അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പഴകിയ മാവിൻ്റെ ഇഡ്ഡലി, ദോശ ഇതൊക്കെ ഒഴിവാക്കുക. സാധാരണ നമ്മൾ കണ്ടുവരുന്നൊരു പ്രവണത കുറേ ദിവസത്തേക്ക് ഇഡ്ഡലി മാവും ദോശമാവൊക്കെ അരച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അത് ഉപയോഗിക്കുന്നൊരു പ്രവണത കാണാറുണ്ട്. ആ ഒരു സാഹചര്യം ഒഴിവാക്കി അന്നുള്ളത് ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അതായത് തലേ ദിവസം ഉണ്ടാക്കിയ മാവിൻ്റെ ദോശ, ഇഡ്ഡലിയൊക്കെ കഴിക്കുക. ഒരുപാട് പുളിച്ച സാധനങ്ങൾ ഒഴിവാക്കുക. ഒരുപാട് പുളിയുള്ള സാമ്പാർ, പുളിയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഭക്ഷണത്തിൽ ഒഴിവാക്കുക. അതുപോലെ ഈസ്റ്റ് ചേർന്നിട്ടുള്ള അപ്പം, ഈസ്റ്റ് ചേർന്നിട്ടുള്ള മറ്റ് പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുക. തൈരാണെങ്കിലും ഒത്തിരി പുളിയുള്ള തൈര് ഒഴിവാക്കുക. ഒരു മിതമായ പുളിയുള്ള തൈര് മാത്രം ഉപയോഗിക്കുക. അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക. നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഹോബീസൊക്കെ ചെയ്യാം, ഒന്ന് ട്രാവൽ ചെയ്യാം. അങ്ങനെ ഓഫീസ് സംബന്ധമായിട്ടുള്ളതോ ഫാമിലി സംബന്ധമായിട്ടുള്ളതോ സ്ട്രെസ്സ് കുറയ്ക്കുക. ഹോർമോൺ ചേഞ്ചസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കറക്റ്റായിട്ടുള്ള ഡയറ്റും എക്സസൈസും വഴി നമുക്ക് അതിനെയും പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തലയിൽ ഓണിയൻ ജ്യൂസ്, ഒരുപാട് ഹോട്ടായിട്ടുള്ള ഓയിൽ, കേർഡ് ഇതൊക്കെ തലയിൽ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കണം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ജങ്ക് ഫുഡ്സ്, ഒരുപാട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണം, ഷുഗറിൻ്റെ ഓവർ ഉപയോഗം, ഉപ്പിൻ്റെ ഓവർ ഉപയോഗം ഇതൊക്കെ ഒന്ന് കുറയ്ക്കണം. അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ സിങ്ക്, ഒമേഗ 3, വിറ്റമിൻ ബി കോംപ്ലക്സ് ഇതൊക്കെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനായിട്ട് വാൽനട്ട്, ഫ്ലാക്സ് സീഡ്സ്, ബനാന, എഗ്ഗ്, കാഷ്യൂസ് ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു അഭാവം ഒഴിവാക്കാനായിട്ട് സാധിക്കും.